السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وأصحابه أجمعين أما بعد. പ്രിയമുള്ളവരെ, പരിശുദ്ധ റമളാനിലെ ഏറെ മഹനീയമായ അതിശ്രേഷ്ഠമായ രാപ്പകലുകൾ നമ്മിൽ നിന്നും കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭം നമ്മൾ ഓരോരുത്തരും ഗൗരവത്തോടു കൂടി ആലോചിക്കേണ്ട കാര്യമുണ്ട്. എന്തിനായിരുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നോമ്പ് നിർബന്ധമാക്കിയത്? ആ ലക്ഷ്യം നമ്മുടെ കഴിഞ്ഞ ദിവസങ്ങളിലെ നോമ്പ് കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടോ? വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം സൂറ ബഖറയിലെ 183-ാം വചനത്തിലൂടെ നമുക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ട വചനത്തിലെ അവസാനത്തെ ഭാഗത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഇങ്ങനെയാണ്: ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരായി തീരുവാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയത്. അതേ സഹോദരങ്ങളെ, ഈ അവസാന നിമിഷത്തിൽ നാം ഓരോരുത്തരും പരിശോധിക്കണം, ഈ വിശുദ്ധ റമളാനിലെ ഇത്ര ദിവസത്തെ നോമ്പ് കൊണ്ട് എന്തു മാറ്റമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായത്? നമ്മുടെ സ്വഭാവത്തിന് വല്ല വ്യത്യാസവും വന്നിട്ടുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കിയ കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുവാനോ നിർബന്ധമാക്കിയ സൽപ്രവർത്തനങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരാനോ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മുടെ നോമ്പ് സഫലമായിരിക്കും ഇൻഷാ അല്ലാഹ്. റമളാൻ കൊണ്ട് നേടിയെടുത്ത തഖ്വയുടെ ചൈതന്യം തുടർന്നുള്ള ജീവിതത്തിൽ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.